തീർത്തും പൂർണ്ണമായ യുദ്ധസമാന സാഹചര്യത്തിലേക്ക് പശ്ചിമേഷ്യ നീങ്ങുകയാണ്. കടുത്ത നിലപാടിലേക്ക് ഇസ്രയേലും ഇറാനും നീങ്ങുന്നു. പരസ്പരം അതിശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുള്ള അതിശക്തമായ ആക്രമണമാണ് കണ്ടത്. എന്താണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് തുടർന്ന് ഇതിനുള്ള നീക്കമുണ്ടാവുക എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയുക വയ്യ. പക്ഷേ സർവ്വസജ്ജമായി ശക്തമായി തിരിച്ചടിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് ഇറാൻ എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതിൻ്റെ ഭാഗമായി വടക്കൻ ഇസ്രയേലിലടക്കം അപായ സൈറൺ മുഴങ്ങുകയും ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും സൈന്യം സജ്ജമായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ ഇന്ത്യൻ പൗരന്മാരുടെ കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയം നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അർമേനിയ വഴി സുരക്ഷിതമായി അവരെ ഒരു സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള ശ്രമം വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന്, എംബസിയുടെ ഭാഗത്തു നിന്നൊക്കെ നടക്കുന്നുണ്ട്. G7 ഉച്ചകോടി നടക്കുന്ന ഘട്ടമാണ്. അതിലൊരു സംഘർഷം അവസാനിപ്പിക്കണം എന്നുള്ളൊരു പ്രമേയം അതിൽ ഒപ്പുവെക്കാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറാവുന്നില്ല. അമേരിക്ക എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമായി അവിടെ നിൽക്കുകയാണ്. KR ഗോപികൃഷ്ണൻ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ഗോപികൃഷ്ണൻ, ഇതിൽ ഈ ആക്രമണത്തിൻ്റെ സ്വഭാവം ഈ ഔദ്യോഗികമായ യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല, പക്ഷേ ഒരു യുദ്ധസമാന സാഹചര്യം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ആക്രമിക്കപ്പെടുന്ന കേന്ദ്രങ്ങൾ നോക്കൂ, അത് പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളാണ്. അതുപോലെ ലക്ഷ്യം വെക്കുന്നത് ആണവ ശാസ്ത്രജ്ഞരെയാണ്, സൈനിക മേധാവികളെയാണ്. വെറും 4 ദിവസം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ആക്രമണം തുടങ്ങി 4 ദിവസമാകുന്നതിന് മുമ്പേ തന്നെ ആണവ കേന്ദ്രങ്ങൾ, ആണവ ശാസ്ത്രജ്ഞർ, അതുപോലെ എണ്ണപ്പാടങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, വാർത്താവിനിമയ ശൃംഖല, അങ്ങനെ പ്രധാനപ്പെട്ടതെന്തോ അതൊക്കെ ചാരമാക്കുന്ന തരത്തിലേക്ക് ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്നും മറിച്ച് ഇറാൻ്റെ ഭാഗത്തുനിന്നുമൊക്കെ നീക്കങ്ങൾ ഉണ്ടാകുന്നു. പൂർണ്ണാർത്ഥത്തിലൊരു യുദ്ധത്തിൻ്റെ സ്വഭാവം ഇപ്പോഴുണ്ടാകുന്ന നീക്കങ്ങളിലുണ്ട്. കഴിഞ്ഞ ദിവസമുള്ള ആയത്തുള്ള ഖമേനിയുടെ പ്രതികരണം നമുക്ക് മുമ്പിലുണ്ട്. ഇത് ഇസ്രയേൽ തുടങ്ങിവെച്ച യുദ്ധമാണ്, ആക്രമിച്ച് കടന്നു കളയാമെന്നാരും വിചാരിക്കേണ്ടതില്ല. എങ്ങനെയാണോ അടിച്ചത് അതിന് 10 മടങ്ങായി തിരിച്ചടിക്കും എന്നുള്ളതാണ് ഖമേനിയുടെ പ്രതികരണം. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രതികരണമാണെങ്കിൽ അത് ഇതുവരെ കണ്ടതൊന്നുമല്ല, ഇനിയും വലിയ പ്രത്യാഘാതം ഇറാൻ നേരിടാൻ പോകുന്നു എന്നുള്ളതാണ്. അത്രയും രൂക്ഷമായ സാഹചര്യങ്ങളിലേക്ക് ഒരു സമവായത്തിൻ്റെ സാധ്യത, അതിൻ്റെ ഒരു നേരിയ വെളിച്ചം പോലും ഇല്ലാതെ അതിരൂക്ഷമായ സാഹചര്യത്തിലേക്ക് പോവുകയാണോ KR ഗോപികൃഷ്ണൻ? റിജിത്ത്, കൃത്യമായ കണക്ക് കൂട്ടലിലൂടെ, കൃത്യമായ ആസൂത്രണത്തിലൂടെ, വളരെ വലിയ മാസങ്ങളെടുത്ത പ്ലാനിങ്ങിലൂടെ നടപ്പാക്കപ്പെട്ടതാണ് ഇസ്രയേലിൻ്റെ ഇറാന് മേലുള്ള ആക്രമണം. അത് ഇതുവരെ കണ്ട തരത്തിലായിരുന്നില്ല ഇസ്രയേൽ ആസൂത്രണം ചെയ്തത്. കാരണം ഇറാന്റെ അണ്വായുധ നിർമ്മാണത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ, ഇറാനിൽ നടക്കുന്ന ആണവ പരീക്ഷണങ്ങൾ, യുറേനിയം സമ്പുഷ്ടീകരണം, അത് ആണവായുധ നിർമ്മാണത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് അത് ഒരു പ്രധാനപ്പെട്ട കാരണമായി പറഞ്ഞുകൊണ്ടുള്ള ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം. ആ യുദ്ധത്തിൻ്റെ രീതിയിൽ, അതിൻ്റെ സ്ട്രാറ്റജിയിൽ തന്നെ മൊസാദ് ഈ കാര്യങ്ങൾ നടപ്പാക്കിയത്, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയത്, അതിനുവേണ്ട സാഹചര്യം ഒരുക്കിയതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടിയും കരുതലോടുകൂടിയുമായിരുന്നു. ആദ്യം തന്നെ ഈ മിസൈൽ പ്രതിരോധ സംവിധാനം, ഇറാന്റെ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ തകർക്കുക, അതുവഴി കൃത്യമായി ആരെയാണോ ആക്രമിക്കേണ്ടത്, ആരെയാണോ ലക്ഷ്യം വെച്ചിട്ടുള്ളത്, ആരെയാണോ ഉന്നം വെച്ചിട്ടുള്ളത്, അവരെ കൃത്യമായി ഇല്ലാതാക്കുന്ന വളരെ പ്രിസിഷനോടുകൂടി നടപ്പാക്കപ്പെട്ട ആക്രമണമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ടാണ് സൈനിക മേധാവികൾ, അതോടൊപ്പം തന്നെ ആണവ ശാസ്ത്രജ്ഞർ, സൈനിക കേന്ദ്രങ്ങൾ, ആണവ നിലയങ്ങൾ എന്നിവ ഇറാന്റെ ആക്രമണത്തിന്റെ ലക്ഷ്യങ്ങളായി മാറിയത്. അത് കൃത്യമായി നടപ്പാക്കാൻ ഇസ്രായേലിന്റെ ആക്രമണത്തിന്റെ ലക്ഷ്യങ്ങളായി മാറിയത്, അത് കൃത്യമായി നടപ്പാക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടുമുണ്ട്. പക്ഷെ അപ്പോഴും ഇസ്രയേൽ ലക്ഷ്യമിട്ടിട്ടുള്ളതും ഇസ്രയേൽ പുറത്തു പറയുന്നതും ആണവ നിലയങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ആക്രമണത്തിലൂടെ ഇറാൻ നടത്തുന്ന ആണവ പരീക്ഷണങ്ങളെ, ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം പൂർത്തിയാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ ഇല്ലാതാക്കുക. കാരണം ഇറാൻ ആണവായുധം നിർമ്മിക്കുന്ന ഘട്ടം എത്തിക്കഴിഞ്ഞാൽ അത് തങ്ങൾക്ക് മാത്രമല്ല, അത് ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാണ് എന്നതാണ് ഇസ്രയേൽ പറയുന്ന വാദം. അത് യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുമ്പോഴും, കനത്ത പ്രത്യാക്രമണങ്ങൾ നടക്കുമ്പോഴും ബെഞ്ചമിൻ നെതന്യാഹു അതേ നിലപാട് തന്നെയാണ് ആവർത്തിക്കുന്നത്. 2 കാര്യങ്ങൾ ഈ ആക്രമണത്തിന് മുന്നോടിയായി നെതന്യാഹു പറഞ്ഞു. ഒന്ന്, ഇറാന്റെ ആണവ മോഹങ്ങളെ ഇല്ലാതാക്കുക, അതിന് കനത്ത പ്രഹരമേൽപ്പിക്കുക. 2, ഇറാന്റെ ഇസ്ലാമിക ഭരണകൂടത്തെ അട്ടിമറിക്കുക, അതല്ലെങ്കിൽ അതിനെ അവിടെ നിന്ന് തുടച്ചു നീക്കുക. അതിന് ഇറാന്റെ ജനങ്ങളുടെ പിന്തുണ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ പോരാട്ടം എന്ന നിലയിലാണ് നെതന്യാഹു ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ഈ ആക്രമണത്തിലേക്ക് ഇസ്രയേൽ കടക്കുന്നത് അമേരിക്കയുടെ
പിന്തുണയില്ലാതെയല്ല, അമേരിക്കയുമായി കൂടിയാലോചിക്കാതെയല്ല, അമേരിക്കയുടെ മൗനാനുവാദത്തോടു കൂടിയാണെന്നത് പ്രകടമാണ്. ഈ ഇസ്രായേലിന്റെ ഈ ആക്രമണം നടക്കുമ്പോൾ ആദ്യം തന്നെ ആ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിരുന്നത് ഇത് തങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നാണ്. പക്ഷേ ഈ ആക്രമണം അതിന് തൊട്ടു മുൻപ് ഡൊണാൾഡ് ട്രംപ് എടുത്ത നിലപാട് ഇത്തരം ഒരു ആക്രമണത്തിലേക്ക് കടക്കരുത് എന്ന നിർദ്ദേശവും ഉപദേശവും